നമസ്കാരം, നന്ദകുമാറാണ്. ഞാനിപ്പോൾ നമ്മുടെ ബാ കണ്ടിട്ട് ഇറങ്ങിയേക്കാണ്. അല്ലെ വൻ വൈബ് പെടും. വൻ വൈബ് ഒരു ഉത്സവത്തിന് ഗാനമേളയ്ക്ക് പോയ അവസ്ഥയാണ്. നല്ല ഉത്സവത്തിന്, പണ്ടൊക്കെ ഉത്സവത്തിന് നമ്മൾ ഗാനമേളയ്ക്കൊക്കെ പോകത്തില്ലേ, ആ ഒരു പ്രതീതിയാണ് ബബ്ബ എന്ന് പറഞ്ഞ പടം. സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൈല്. കഥയുമല്ല കവിതയുമല്ല പടം. അത് ഞാൻ ആദ്യമേ പറയാം. കഥയോ കവിതയോ ലോജിക്കോ അതൊന്നുമല്ല. നമ്മുടെ CID മൂസയൊക്കെ ഇല്ലേ, CID മൂസയുടെ ഒരു മാസീവ് ഐറ്റമാണ്. മാസാണ് മൊത്തത്തില്. അതിൻ്റെ അകത്ത് CID മൂസയുടെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ. CID മൂസ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പാറ്റേൺ ഉണ്ട്. അതേ പാറ്റേൺ പിടിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റൈലിഷ് ഒരു വമ്പ സംഭവം. കാണാനൊക്കെ ആണെങ്കിൽ അതിനു വേണ്ടിയിട്ട് വിഷ്വൽസ് ഉണ്ട്, ശബ്ദവും, മെയിനായിട്ട് സ്റ്റൈലാണ് പടം. നമുക്ക് ഒരു സെക്കൻഡ് പോലും ലാഗോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എന്നാ കഥ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മൈന്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കഥയുണ്ട്. എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ധ്യാൻ ശ്രീനിവാസനെയാണ്. ധ്യാൻ ശ്രീനിവാസൻ കൊള്ളാം, പൊളി സാധനം. ശരിക്കും നായകൻ ആരാണെന്ന് ചോദിച്ചാൽ വിനീത് ശ്രീനിവാസനാണെന്നൊക്കെ വേണേൽ പറയാം. അതുപോലെ തന്നെ ലാലേട്ടൻ, ദിലീപ്, മറ്റേ ദേവനൊക്കെ രസമാണ്. പിന്നെ അശോകൻ, എൻ്റെ അമ്മോ വൻ പരിപാടി. ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ അവസാനം കുറെ ചീർ ഗേൾസ് വരും എന്നുള്ളതല്ലാതെ അങ്ങനെ എൻ്റെ മോനെ ഒന്ന് കണ്ടു നോക്കുക. അതായത് ഇതൊരു, ഞാൻ പറയുന്നത് നിങ്ങളിലെ മറ്റേ ഭ്രമരം കാണുന്നത് പോലെ അങ്ങനെയൊന്നുമല്ല. നമ്മൾ CID മൂസയുടെ ഒരു റേഞ്ച് പിടിച്ചങ്ങ് പോയാൽ മതി. ഫുൾ ഓഫ് മാഡ്നെസ്, നോ ലോജിക് വിത്ത് എന്താ പറയുക, ലോജിക്കൊന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഈ മാഡ്നെസ്സിൽ തന്നെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ, ഇപ്പൊ ദിലീപിന്റെ കഴിഞ്ഞ പടം അറിയാലോ, രാമലീല വരുന്ന സമയത്ത് ദിലീപ് എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് കുറച്ച് അതിൻ്റെ അകത്ത് പുട്ടിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യൻ ഒരു കേസിൽ പെട്ട് അകത്ത് പോയി കഴിയുമ്പം അയാൾ അകത്ത് പോയിട്ട് അനുഭവിച്ച എല്ലാ സാധനങ്ങളെയും വിറ്റ് കാശാക്കാന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പുള്ളിയുടെ കഴിഞ്ഞ ഇടകാലത്ത് വന്നിട്ടുള്ള എല്ലാ പടങ്ങളും. നമ്മൾ തിങ്ക് ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഈ പടം കാണുന്ന സമയത്ത് ഫസ്റ്റിലത്തെ ഷോട്ടിൽ തന്നെ, അതായത് ആദ്യത്തെ ഷോട്ടിൽ തന്നെ നമുക്ക് സാമൂഹികമായിട്ട് ആരെയാണ് ഈ പുള്ളി ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഒറ്റ ഡയലോഗിൽ മനസ്സിലായി. ഈ പുള്ളിയാണ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളാരെങ്കിലും വോട്ട് ചെയ്യുമോ എന്ന് പറയുന്ന ഒരു ഒറ്റ ഡയലോഗ് മേലെ അത് ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്കത് ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും. പിന്നീട് അങ്ങോട്ട് ഫുള്ള് പടം ഭയങ്കര സ്റ്റൈലാണ്. സിനിമാറ്റോഗ്രാഫി എന്നൊക്കെ പറയാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പറയുന്ന വിഷ്വൽ ഒരു കോമ്പോസിഷൻ ഉണ്ടല്ലോ, വിഷ്വലിങ്. പിന്നെ ഇവരുടെ ഡയലോഗ് ഡെലിവറീസ്, ഡയലോഗിന്റെ സംഭവങ്ങൾ, പിന്നെ എടുത്തു വെച്ചേക്കുന്ന രീതികൾ. ഒരു ട്രാക്ക് ഉണ്ടല്ലോ, പടത്തിന്റെ ഒരു ട്രാക്ക് അടിപൊളിയാണ്. പിന്നെ ഞാൻ പ്രധാനമായിട്ടും ഈ സിനിമ കാണാൻ പോയത് ഇപ്പൊ ദിലീപിന്റെ പടമായതുകൊണ്ടോ ലാലേട്ടന്റെ പടമായതുകൊണ്ടോ ഒന്നും അല്ല. ഇപ്പൊ നൂറിൻ എന്ന് പറയുന്ന ലേഡി ഉണ്ടല്ലോ, നൂറിൻ അഭിനേത്രി. അപ്പൊ നൂറിൻ പണ്ട് ഒരു അവഗണനയല്ല, ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയതാണ്. അപ്പം നൂറിന്റെ പേര് ഇതിനകത്ത് ടൈറ്റിലിൽ കണ്ടത് കൊണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി ഈ പടം കാണാൻ തന്നെ തീരുമാനിച്ചത്. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇതൊരു മാസീവ് പരിപാടിയാണ്. ആ ഓളത്തിലിരുന്ന് കാണണം, ആ കയ്യടിയുടെയും ബഹളത്തിൻ്റെ ഒക്കെ ഇടയിലിരുന്ന് കാണണം. കാര്യം ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ രാമലീല എന്ന് പറഞ്ഞൊരു മുട്ട സാധനമായിട്ട് വന്ന്, അപ്പൊ ഉറപ്പായിട്ടും ദിലീപ് എന്തൊരു മാസ്റ്റർ പ്ലാൻ ആണെന്ന് ആലോചിച്ച് നോക്കി. അതായത് ആ വിധി വരുന്നുണ്ടല്ലോ, വിധി വന്ന് കഴിയുമ്പോൾ തന്നെ ഈ പടം കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്യുക. ഇത് ഭയങ്കര കണക്ഷനാണ്. ഇതെന്ത് പണ്ടാരാന്നൊക്കെ ഞാനടക്കം ആലോചിച്ചൊക്കെ പോയി. ആ കറക്റ്റ് ടൈമിങ്ങിലാണ് ആ പടം വരുന്നത്, മനസ്സിലായോ? പിന്നെ രണ്ടാമത്തത് ഈ നൂറിന് പറയുന്ന ആളെ നിങ്ങൾക്കറിയാം. കാര്യം കണ്ണിറുക്കി ഒരു വീഡിയോ വൈറലായപ്പം ഒമർ ലുലു എന്ന് പറയുന്ന ഡയറക്ടർ നായിക സ്ഥാനത്ത് നിന്ന് മാറ്റി ഈ പറയുന്ന കണ്ണിറുക്കിയ പെൺകുട്ടീനെ നായികയാക്കിയിട്ടൊരു പടം ചെയ്തപ്പോൾ കളത്തിൽ നിന്നും മാറിപ്പോയ ഒരു നടിയായിരുന്നു. അല്ലെങ്കിൽ ആ കളത്തിൽ നിന്നും സങ്കടത്തിലേക്ക് കടന്നു. പെട്ടെന്ന് നമ്മൾ നായികയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മളല്ല എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടൊരു വിഷമമൊക്കെ ഉണ്ടാവില്ല. അപ്പം സിനിമയാണ്, എന്ത് വേണേലും സംഭവിക്കാം. അപ്പം അന്ന് മുതലേ എനിക്ക് ഈ നൂറിൻ്റെ ആ ഒരു പെയിൻ
എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അതിനെനിക്ക് ഭയങ്കര, ഈ സിനിമയ്ക്കകത്ത് 100ന്റെ പേര് ടൈറ്റിൽ എഴുതി കാണിച്ചപ്പോൾ ഞാനത് ആളോട് പറയുകയും ചെയ്തു, പഴയ സങ്കടമൊക്കെ മാറിയല്ലോ എന്നൊക്കെ ഞാനത് പറയുകയും ചെയ്തു. അത്രയും ഹൈപ്പിലല്ലേ വന്നേക്കുന്ന പടം. ലാലേട്ടനും എത്ര ആർട്ടിസ്റ്റുകളാ, എൻ്റെ അമ്മോ, ആർട്ടിസ്റ്റിന്റെ മേളമാണ് പടം. പിന്നെ ലാലേട്ടന്റെ സ്റ്റൈല്, ഇതിനകത്ത് എടുത്ത് പറയാനുള്ളത് അതാണ്, സ്റ്റൈലാണ്. പടം ഭയങ്കര സ്റ്റൈലിഷാണ്, മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഭയങ്കര സ്റ്റൈലിഷാണ്. ഞാൻ പറഞ്ഞില്ലേ, കഥയും കവിതയും അല്ല പടം. അതായത് നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ ഭയങ്കര കാവ്യാത്മകമായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര കഥാതന്തുക്കൾ വെച്ചിട്ടുണ്ട ഭയങ്കര ത്രില്ലർ, അങ്ങനത്തെ പരിപാടിയേ അല്ല. ഇത് ഫുൾ ഓഫ് മാഡ്നെസ്, നമുക്ക് വരിക, എൻജോയ് ചെയ്യുക. അതായത് നമ്മളൊരു പാർട്ടിക്കൊക്കെ പോയ ഫീൽ, ഒരു DJ പാർട്ടിക്കൊക്കെ പോയ ഒരു ഫീലാണ് പടം കണ്ട് തീർക്കുമ്പോഴത്തേക്കിനും ഉണ്ടാകുന്നത്. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അത് തന്നെയാണ്. ഞാൻ സാധാരണഗതിയിൽ തിയേറ്ററിൽ പടം കാണാൻ പോകുമ്പോൾ ഫ്രണ്ടിൽ നിന്നും ഒരു 3ാമത്തെ 4ാമത്തെ റോയാണ് സാധാരണഗതിയിൽ എടുക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. എനിക്ക് ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്ന് കാണാനാണ് ഭയങ്കര ഇഷ്ടം. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നേ വരെ ഏറ്റവും ബാക്കിൽ പോയിരുന്ന് പടം കണ്ടിട്ടില്ല. ഞാനിപ്പം ഈ സിനിമയ്ക്ക് ഞാൻ ഏറ്റവും ബാക്കിൽ പോയി ടിക്കറ്റ് എടുത്തു. അതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ, ഈ ഫ്രണ്ടിലുള്ള ആൾക്കാരുടെ തുള്ളലും ബഹളവും ഒക്കെ നമുക്ക് കാണണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കാര്യം എനിക്ക് ഉറപ്പായിരുന്നു ഇതൊരു ഐറ്റം അടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന പരിപാടിയായിരിക്കും, ഒരു ഫാൻ മെയ്ഡ് പരിപാടിയായിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഉറപ്പ് കറക്റ്റായി. ഞാൻ ഏറ്റവും ബാക്കിലിരുന്നാണ് പടം കണ്ടത്. ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല, ഈ DJ പാർട്ടിക്ക് പോയ പോലത്തെ ഒരു ഫീലിലാണ് ആ പടം ഇരുന്ന് ടോട്ടലി കാണുന്നത്. കൈയടി, ബഹളം, വിസിലടി, എൻ്റെ അമ്മൂ, ഒരു രക്ഷയില്ല. പിന്നെ ഇതിനകത്ത് തുടക്കം തന്നെ വിജയുടെ പരിപാടി ഉണ്ട്. അതിൻ്റെ വില്ല് സർപ്രൈസ് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ പോയി കണ്ടു. വിജയ്ക്ക് താങ്ക്സ് കാർഡ് കാണിച്ചപ്പോൾ തന്നെ കൈയ്യട്ടിട്ട് ബഹളമായി. പിന്നെ ഈ വെറുതെ വിജയനൊന്നും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതൊന്നും അല്ല എന്നുള്ളത് നമുക്ക് പടം കാണുമ്പോൾ അറിയാം. വെറുതെ ലാലേട്ടനെ വിളിച്ചതല്ല എന്ന് നമുക്കറിയാം, വെറുതെ ദിലീപ് ഈ പടം ചെയ്തതല്ല എന്നും അറിയാം. അതിൻ്റെ അകത്ത് ഈ സിനിമയ്ക്കകത്ത് കൃത്യമായിട്ട് ദിലീപിന്റെ കറണ്ട് സിറ്റുവേഷൻസുകളെ ഇൻവോൾവ് ചെയ്യിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈവൻ എൻ്റെ ഞാൻ പറയുന്ന ആംഗിളിൽ നിങ്ങളൊന്ന് പടമൊക്കെ ഒന്ന് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് അന്തൻ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് നമ്മുടെ ബാലു അഭിനയിച്ചിരിക്കുന്നത്. അതായത് ഹണീബിക്കകത്തൊക്കെ ഉള്ള ബാലു പടത്തിൻ്റെ അകത്തുണ്ട്. അവര് മറ്റേ ലാലിന്റെ ടീമിലുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ ഉണ്ട്. ഈ ബാലു അഭിനയിച്ചിരിക്കുന്ന അന്തന്റെ കഥാപാത്രമുണ്ട്. എനിക്ക് ശരിക്കും കലാഭവൻ മണിയാണല്ലോ അന്തനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ കലാഭവൻ മണിയുടെ എന്തോ ഒരു സാധനം അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഞാനതെങ്ങനെ വെറുതെ എൻ്റെ ഒരു സംശയം ഞാൻ പറയാണ്. പിന്നെ രണ്ടാമത് ഇതിൻ്റെ അകത്ത് റൈറ്ററായിട്ട് തന്നെ ഉള്ള ആള് അഭിനയിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ നാദൃശ്യാണോ എന്ന് എനിക്കൊരു സംശയം, എൻ്റെ ഒരു സംശയമാണ്. അതൊക്കെ നിങ്ങളും ഇടയ്ക്ക് നിങ്ങൾക്കും സംശയിക്കാമല്ലോ, നമുക്ക് എന്തുപോലെ സംശയിക്കാമല്ലോ. പിന്നെ എൻ്റെ അളിയാ, ഇത് എന്നാ പറയണ്ടേ, പടം പണി ഹാപ്പിയാണ്. അങ്ങനെ ഇത്രയും മാഡ്നെസ്സിൽ നിറഞ്ഞിട്ടൊരു പടം ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞതാണ്, ഇതൊരു DJ പാർട്ടിക്ക് പോകുന്ന മൂഡില്, അല്ലെങ്കിൽ ഉത്സവത്തിന് ഗാനമേളയ്ക്ക് പോകുന്ന മൂഡില്, ആ ഒരു മൂഡിൽ പോയി കഴിഞ്ഞാൽ പടം വൻ പൊളിയാണ്, രസമാണ്, നല്ല സ്റ്റൈലായിട്ട് എടുത്തിട്ടുണ്ട്. സ്പൂഫുണ്ട്, ഇഷ്ടം പോലെ സ്പൂഫുണ്ട്. പിന്നെ വിനീത്, ധ്യാൻ ശ്രീനിവാസൻ, ഇവന്മാരുടെ രണ്ടിൻ്റെയും തമ്മിലുള്ള ആ കോമ്പിനേഷൻസ്, അവരുടെ ആ ഒരു എന്താ പറയാ, അവരത്തെ പരസ്പരം തല്ലുപിടിക്കുന്ന ആ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ. അതായത് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിക്കൊണ്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമുണ്ട്. അത് ധ്യാൻ ശ്രീനിവാസനാണ് മാസൊക്കെ അടിച്ചേക്കണേ. ഞാൻ അറിയണ്ടൊക്കെ കൈ അടിച്ചു പോയി. ധ്യാൻ ശ്രീനിവാസന്റെ 2-3 ചില ഡയലോഗുകളൊക്കെ ഉണ്ട്. കറണ്ട് അറ്റയറിനെ എല്ലാം പിടിച്ചിട്ടേ ഇപ്പോഴുള്ള എല്ലാ സാധനങ്ങളെയും പിടിച്ച് കലക്കിയിട്ടൊരു ഐറ്റം അടിച്ചേക്കണേ. എന്താണല്ലോ, നിങ്ങളെ പോയി കണ്ടു നോക്കൂ. ഞാൻ ഇപ്പോഴും എടുത്ത് പറയാം, നിങ്ങളൊരു മണിച്ചിത്രത്താഴ് പോലുള്ള പടമോ, അല്ലെന്നുണ്ടെങ്കിൽ കോഞ്ചറിങ് പോലത്തെ പടമോ, അല്ല ഇനി മറ്റേ എന്താ പറയാ സ്ഫടികം പോലത്തെ പടമോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക രാജമാണിക്യം പോലെ, അല്ലെങ്കിൽ ഭ്രമരം പോലെയോ, അല്ലെങ്കിൽ ആടുജീവിതം പോലെയോ, അങ്ങനത്തെ ഒരു പരിപാടിയേ അല്ല. ഇത് ഫുൾ ഓഫ് ഒരു DJ പാർട്ടി പരിപാടിയാണ്. പോവുക, ആസ്വദിക്കുക, ഒന്നും ചിന്തിക്കാതെ ഇരുന്ന് ആസ്വദിക്കുക. മറ്റേ നമ്മൾ സിനിമ കാണുമ്പോൾ അവൻ എങ്ങോട്ട് പോയി, അവൻ എന്താണ് സംഭവിച്ചത്, അവൻ ആയിരിക്കുമോ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക, ഇവനായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു പുതുമ അങ്ങനെ കാണുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവന്റെ ആ ആക്ടിങ്ങിന്റെ വൈഭവം കാണുന്നുണ്ടല്ലോ. ഇതൊന്നും
അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. നമ്മളില് ബാക്ക് ബെഞ്ചേഴ്സ് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് അങ്ങ് പോയി അർമാദിച്ച് പൊളിച്ചടിക്കുന്ന പോലത്തെ ഒരു പരിപാടി. എന്താണെങ്കിലും ദിലീപിനെ കൊണ്ടാണ് ഇതൊക്കെ പറ്റുള്ളൂ. ദിലീപിന്റെ ഒരു എന്താ പറയാ, ദിലീപിന് അറിയാലോ അതിനെ കുറിച്ചിട്ടുള്ള പരിപാടിയൊക്കെ. അങ്ങനെ ഒന്ന് പോയി കണ്ടു നോക്കുക. എന്താണേലും ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറ്റുവാണെങ്കിൽ ഒന്നും കൂടി പോയി കാണും. എനിക്ക് എന്താണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പടം നിരോധിക്കാനായിട്ട് വരാനുള്ള ചേച്ചി, ആ KSRTC-ന്ന് പടം പറക്കുന്ന കയറി നിരോധിച്ചല്ലോ, ആ ചേച്ചിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എന്റെ പൊന്നു ചേച്ചി, പറക്കും തളിക എന്നൊക്കെ പറയുന്ന സിനിമ ഉണ്ടല്ലോ, കണ്ട് ഒരുപാട് ചിരിച്ചാണ് നമ്മളൊക്കെ. സിനിമയുടെ വഴിക്ക് വിടും, അല്ലാതെ നിങ്ങൾ അതിനെ പേഴ്സണൽ ഹാരാസ്മെന്റിലേക്കൊക്കെ എടുക്കില്ലേ. അതുപോലെ എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്, ഇപ്പൊ ദിലീപ് എന്ന് പറയുന്ന പുള്ളി നിരപരാധിയാണെന്ന് കോടതി വരെ തെളിവുകളില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ ഒബിയസ്ലി വിട്ടയച്ച സ്ഥിതിക്ക് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതിനു വേണ്ടിയിട്ട് നടക്കുന്നത്? നമുക്കിവിടെ വലിയൊരു സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ. ആ സിസ്റ്റം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ കോടതിയിൽ സബ്മിറ്റ് ചെയ്തപ്പോൾ കോടതിയിൽ തന്നെ തെളിവില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വിട്ടത്. പിന്നെ നിങ്ങൾ എന്തിനാണ് KSRTC ബസ്സിൽ കയറിയിട്ട് ഒഴിവാക്കുക? പിന്നെ പർട്ടിക്കുലർ ഈ പറയുന്ന വ്യക്തിനെ മാത്രമായിട്ട് ഒഴിവാക്കുക. ഇവിടെ എത്ര നല്ല സിനിമകൾ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര ചാന്ത് പൊട്ട്, എത്ര പടങ്ങൾ, തിളക്കം, ഈ കല്യാണരാമൻ, ഇത്ര നല്ല പടങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ആള് കുറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ പുള്ളിനെ സപ്പോർട്ട് ചെയ്യുമോ? ഒരു മനുഷ്യനും സപ്പോർട്ട് ചെയ്യില്ല. നല്ല സിനിമകളൊക്കെ തന്നിട്ടുണ്ട്, എല്ലാ കിണ്ടിയും ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, പുള്ളി അതിൻ്റെ അകത്ത് പ്രതിയല്ല എന്ന് കോടതി വരെ വിധിച്ച സ്ഥിതിക്ക് പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ മാതിരി അക്രമം കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകളൊക്കെ കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ട് ആള് പ്രതിയാണെന്ന് കണ്ടെത്തി ആളെ ശിക്ഷിച്ചാൽ പോരായിരുന്നു. ഇത് അതൊന്നും ഇല്ലല്ലോ. ഇത് ഒന്നിനും എവിഡൻസ് ഇല്ല, ഒന്നിനും തെളിവില്ല. അങ്ങനെയാണല്ലോ പുള്ളിനെ അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. എന്താണേലും ഈ സിനിമയ്ക്കകത്ത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയാതെ പറയുന്നുണ്ട്. ഡീകോഡ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഡീകോഡ് ചെയ്യാം. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ഡീകോഡ് ചെയ്ത് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ എനിവേ എന്തായാലും നിങ്ങള് ബബ്ബബ്ബ എന്ന് പറഞ്ഞ സാധനം എന്താന്ന് മനസ്സിലായ? മറ്റേ സാധനമാണെന്ന് പറഞ്ഞത്, മറ്റേ തിലകം പറയല്ലേ, ബബ്ബബ്ബ. പോയി കണ്ടു നോക്ക്, കേടാ പൊളി.